ബൈ. ഹലോ, വാ. തോപ്പിക്കാൻ വേണ്ടി ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ഉപ്പയെ കൊന്നു കുഴിച്ചു മുടിയവനാ നീ. അതിന്റെ കണക്ക് തീർക്കാൻ എനിക്ക് നിന്നെ മയ്യത്താണോടാ. പറയണ പന്നി, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്ത്? ആർക്ക് വേണ്ടിയിട്ടാണ് നായിന്റെ മോനെ? പറഞ്ഞില്ലെങ്കിൽ ഞാൻ அலிபாய் என்ன ஒண்ணு செஞ்சிடாதீங்க. இதெல்லாம் எனக்காக பண்ணல. அந்த பெரிய முதலாளி டான்ஸ் ஆப் சொல்லிதான் இதெல்லாம் செஞ்ச. சத்தியமானோ, இது ஆண்டவன் மேல சத்தியமானோ. ഏതാണവൻ? ഏത് ഭൂലോകത്തിലാണെങ്കിലും അവനെ വേണം എനിക്ക്. അതുവരെ നിന്റെ ആയുസ് ഞാൻ നീട്ടിവെക്കുക. അലിബായിൽ നിന്ന് ഒരു വരവേൽപ്പ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഞാനങ്ങ് കോഴിക്കോട്ട് അങ്ങാടിയിൽ വന്ന് കാല് കുത്തുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരു ബ്ലോക്ക്, അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. That's excellent. டான்ஸ் ஆப், தயவு செய்து என்ன மன்னிச்சிடுங்க. Chop, don't you dare speak anymore. But where is the king? ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? The great അലിബായ്. ഏതിടപാട് ചേർക്കാനടാ പന്നീന്റെ മോനെ എന്റെ ഉപ്പേനി.
Don't shoot. Just be cool. Don't shoot. കൊല്ലപ്പുരയിലെ കത്തിയുടെ കാലമല്ല ഇത് അലിഭായ്. നിന്നോട് കളം വരച്ചിട്ട് അലി ജയിക്കാനും പിന്നെ എല്ലാത്തിനെയും ഒരുമിച്ച് അങ്ങോട്ട് കൊന്നു തള്ളാനും ഞാൻ തന്നെയാ ഇവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഞാൻ ആരാണെന്നായിരിക്കും അല്ലേ? ഡാനിയൽ ഏബ്രഹാം. പണ്ട് പാളയം മാർക്കറ്റിൽ ബായായി വിലസിരുന്ന ആ അംബുബായ നീ തല്ലിയിട്ടപ്പോ ആ കാഴ്ച കണ്ട് നിനക്കൊരു ഏറ് തന്ന് നാട് വിട്ടുപോയ പയ്യനെ ഓർമ്മയുണ്ടോടാ? അവനാണ് ഞാൻ, അംബുബായയുടെ മകൻ ഡാൻ ഏബ്രഹാം. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ കണക്ക് കൂട്ടി കാത്തിരുന്നതാ ഇതുപോലുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക്. എന്റെ അച്ഛനെ നീ തല്ലിയിട്ട് കള്ളും കഷായവും കൊടുത്ത് നരകിപ്പിച്ചതിന് പകരമായി നിന്റെ പാപ്പയ്ക്ക് ഇവിടെ ഞാൻ ഒരു ഖബരൊരുക്കി. തന്തയ്ക്ക് പിറന്നവരാവുമ്പോ അതൊക്കെ സ്വാഭാവികം. പക്ഷെ ഒന്നുണ്ട്, സ്വന്തം അച്ഛനെ കൊന്നവന്റെ മയ്യത്ത് കാണാതെ ഈ അലിഭായ്ക്ക് ഉറക്കം വരില്ല. അതും സ്വാഭാവികം. ചുപ് ചുപ് സാലേ. मेरा दोस्त बाहर आ जाइए. പട്ടാണി പരമശിവ, നിന്റെ റോള് തീർന്നടാ. അൻവറേ, ഞാൻ തന്നെയാടാ സുന്ദരൻ തമ്പി. ഈ പാവം ഒറ്റക്കയ്യൻ നിന്നോട് ജയിക്കാൻ ഒരു ആയുധം തേടി അലഞ്ഞപ്പോഴാ ഒരു നിയോഗം പോലെ ദാ ഈ കൊമ്പൻ സ്രാവിനെ കണ്ടുമുട്ടിയത്. എന്നാ പിന്നെ ഒരുമിച്ചാവാം അംഗം എന്ന് കരുതി. നീ എന്താ കരുതിയേ? ക്രിക്കറ്റ് കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ എന്റെ ഈ വലം കൈ വെട്ടിയെടുത്ത നിന്നോട് എനിക്ക് സഹതാപത്തിന്റെ കണ്ണീരാണ്. പകയാണടാ, ഒടുങ്ങാത്ത പക. അതിന്റെ ആദ്യ പടി ഒരു നിമിത്തം പോലെ നിന്റെ ബാപ്പ സ്വപ്നം കണ്ട് പണി തീർത്ത ആ പഴയ മരക്കപ്പലിന്റെ രൂപത്തിൽ ഞാനങ്ങ് സാധിച്ചെടുത്തു. അതിന്റെ മേനിൽ ഉപ്പ് വെള്ളം തട്ടി അന്ന് തന്നെ ഞാനത് പുറങ്കടലിട്ട് കത്തിച്ചു കളഞ്ഞട. മരിച്ചു പോയ എന്റെ അച്ഛന്റെ ആഗ്രഹം പോലെ. ഇനി അലിഭായ് ഉണ്ടാവില്ല, ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഭരിക്കും പാളയം മാർക്കറ്റും കോഴിക്കോട്ട് അങ്ങാടിയും. ഇതൊരു ആഗ്രഹമാടാ. നിന്നെ പേടിച്ച് ഓടിപ്പോയ ആ ചെറുക്കന്റെ ഒരു സ്വപ്നം. അതിനെങ്ങാനും തടസ്സം നിന്നാലുണ്ടല്ലോ, പിന്നെ അലിഭായ് ഓർത്തോടാ, നീ ഉണ്ടാവില്ല, ഉണ്ടാവില്ല. मैं तुझे नहीं छोड़ूंगा, कभी नहीं छोड़ूंगा, ये याद रखना. കാണടാ പന്നി. ജനുവരിയിൽ അന്നത്തെ കളക്ടറായിരുന്ന ശ്രീ കുര്യൻ ജോസിന്റെ അധ്യക്ഷതയിൽ അന്ന് നിലവിലുണ്ടായിരുന്ന കോർപ്പറേഷൻ ഭരണസമിതി കോഴിക്കോട് പാളയം മാർക്കറ്റും വലിയങ്ങാടി അരി പഞ്ചസാര ഗോഡൌണുകളും പ്രസ്തുത പ്രദേശത്തു നിന്നും നഗരത്തിന്റെ പ്രാന്തപ്രദേശമായ കാരപ്പറമ്പിലുള്ള 2 ഏക്കർ ഭൂമിയിലേക്ക് മാറ്റി സ്ഥാപിക്കുവാൻ തീരുമാനിക്കുകയും
മേൽപ്പറഞ്ഞ അജണ്ട പ്രകാരം യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ കോർപ്പറേഷന് അനുവദിച്ചു കിട്ടിയ ആ 2 ഏക്കർ ഭൂമിയിൽ ഗോഡൌണുകളും മാർക്കറ്റിനു വേണ്ട എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയ കോൺക്രീറ്റ് കെട്ടിടവും പണി തീർത്ത് 2006 സജ്ജമാക്കിയെങ്കിലും ചില തർക്കങ്ങളുടെയും തടസ്സങ്ങളുടെയും ഭാഗമായി മാറ്റിസ്ഥാപിക്കൽ നടപടി നടപ്പിലാക്കാൻ ആ നിർവാഹക സമിതിക്ക് സാധിക്കാതെ വരികയാണ് ഉണ്ടായത്. ആയതിനാൽ പ്രസ്തുത അജണ്ട ഇപ്പോൾ നിലനിൽക്കുന്ന ഈ കോർപ്പറേഷൻ ഭരണസമിതിയുടെ കാലയളവ് തീരും മുമ്പ് തന്നെ വിജയകരമായി നടപ്പിലാക്കേണ്ട ആവശ്യകത അനിവാര്യമാണെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടറായ ഞാൻ മനസ്സിലാക്കുന്നു. ആയതിനാൽ പാളയം മാർക്കറ്റ്, വലിയങ്ങാടി, അരി, പഞ്ചസാര ഗോഡൌൺ എന്നിവ കാരപ്പറമ്പിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചതിനാൽ പ്രസ്തുത പ്രദേശത്തേക്ക് ഈ വരുന്ന 2007 ഓഗസ്റ്റ് 20-നകം നിലനിൽക്കുന്ന മാർക്കറ്റും അരി, പഞ്ചസാര ഗോഡൌണുകളും ഒഴിവാക്കി കലക്ടറുടെ ഈ ഉത്തരവനുസരിച്ച് കാരപ്പറമ്പിലേക്ക് സ്ഥലം മാറ്റം ചെയ്യുവാൻ എല്ലാ അധികാര സാധ്യതകളോടും കൂടി കോഴിക്കോട് ജില്ലാ കളക്ടർ എന്ന ഞാൻ കർശനമായും ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. ശുക്രിയ കളക്ടർ സാബ്, बहुत बहुत ശുക്രിയ. താങ്ക് യു. താനാടോ കമ്മീഷണറെ യൂണിഫോം ഇട്ട ആൺകുട്ടി? താങ്ക് യു. ഈ ആൺകുട്ടികളെ ജില്ലാ അടിസ്ഥാനത്തിൽ തപ്പിയെടുത്ത് പൊക്കിക്കൊണ്ടുവരാൻ ഈ നിൽക്കുന്ന മേയർ സാറും MLA സാറും ഒക്കെ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് ഭയ്യ. പണിയെടുക്കുന്നവർക്ക് പണം, പണിയാൻ വരുന്നവർക്കിട്ട് പണി. അതാണല്ലോ ഡാനിയൽ എബ്രഹാമിന്റെ ഒരു ഫിലോസഫി. കറക്റ്റ്. ഒരു പകപോക്കലിന് വേണ്ടിയല്ല ഞാൻ ഇതിന് കൂട്ടുനിന്നത്. ഇത് നിലനിൽക്കുന്ന പ്രസന്റ് ഇഷ്യൂ ആയതുകൊണ്ടാണ്. പക്ഷേ ഇതിന്റെ പേരിൽ ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുന്നത് ഇനി അങ്ങനെ ഒരു ചൊരിച്ചിൽ ഉണ്ടായാൽ തന്നെ അതിന്റെ പേരിൽ നമുക്കിട്ടാരും ചൊറിയാൻ വരുമൊന്നുമില്ലല്ലോ. കളക്ടറുടെ പണി ഉത്തരവിടല. അല്ല, അതെങ്ങള് വേണ്ട മാതിരി ഇട്ടിട്ടുണ്ട്. ബാക്കി പണിയെടുക്കാൻ നല്ല തണ്ടും തടിയുള്ള കുട്ടികളുണ്ട് ഇവിടെ. എന്താടോ ബന്ധെടുക്ക ഭാസ്കര? ഇനിയുള്ള കാര്യം എനിക്ക് വിട്ടേക്ക്. ഇടിച്ചു നിരത്ത് ഞാൻ ആ പാളയം മാർക്കറ്റ്. ഡാൻ ഭയ്യയുടെ മാസ്റ്റർ പ്ലാന്റെ തറ കീറാൻ അവനെയും അവന്റെ കൂടെയുള്ള തറകളെയും ഒക്കെ എടുത്തു പുറത്തേക്കിട്ട് തൂത്തു വെടിപ്പാക്കി തരും ഞാൻ. തൂത്ത് വെടിപ്പാക്കണം നാളെ തന്നെ. യെസ്. അടിക്കും ഞങ്ങൾ, പൊളിക്കും ഞങ്ങൾ, അടിച്ചു പൊളിച്ച് നിരത്തും ഞങ്ങൾ. പോലീസ് എന്താ കാട്ടാള? കോർപ്പറേഷനിലെ മുട്ടാള? നിങ്ങൾ സമാധാനപരമായി പിരിഞ്ഞു പോകുന്നതാണ് നല്ലത്. ഇത് കളക്ടറുടെ ഉത്തരവാണ്. ആ ഉത്തരവ് നടപ്പാക്കേണ്ടത് സിറ്റി പോലീസ് കമ്മീഷണർ എന്ന നിലയ്ക്ക് എന്റെയും എന്റെ ഫോഴ്സിന്റെയും ബാധ്യതയാണ്. അതിന് തടസ്സം നിന്നാൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. നീയൊക്കെ എന്ത് കുണ്ടാവണ്ടി പ്രയോഗിച്ചാലും ഞങ്ങൾ കൊലക്കാണ്. എങ്ങാണ്ട് വന്ന ചില താൽക്കാലിക വെച്ച് നീട്ടി മുക്കാ പണം നക്കി ഞങ്ങളുടെ കഞ്ഞുകൂടി കുട്ടിക്കാൻ ഇങ്ങോട്ട് കയറി വന്നാലുണ്ടല്ലോ, ഈ കൂട്ടത്തിൽ ഒരുത്തരും കയ്യും കാലം കൊണ്ട് പേരെ പോവില്ല. ഞങ്ങൾ ഈ മണ്ണിന്ന് ഒരടി അനങ്ങണമെങ്കിൽ ഞങ്ങൾ ഭയ പറയണം. മൂപ്പര് പറയാതെ ഞങ്ങളാരും മാർക്കറ്റിൽ നിന്ന് ഇറങ്ങൂല. മൂപ്പര് അനുവാദം ഇല്ലാതെ നിങ്ങളാരും മാർക്കറ്റിന്റെ പടിയും ചവിട്ടൂല. കാലങ്ങളായിട്ട് ഞങ്ങൾ ചോര നീരാക്കി ഉണ്ടാക്കിയ മാർക്കറ്റാ ഇത്. പേരും കൂരയും ഇല്ലാത്ത ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ തറവാടാ. എരപ്പകളെ, പോലീസിന്റെ തല്ലുകൊണ്ട് ചാകാൻ നിന്നെ പോലെ കുറെ ഈനാമ്പേച്ചുകളെ തേടാൻ വിട്ടിട്ട് ആ പന്നീന്റെ മോൻ എവിടെ പോയി കിടക്കൂടാ? ബേജാറാക്കല്ലേ കോയ, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇവിടെ ഇതെന്താണ് കമ്മീഷൻ സാറേ? ഇരുമ്പിന്റെ തുമ്പിക്കൈയുള്ള ഈ ആനക്കുട്ടിയും കൊണ്ട് ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന കോയമാരുമായിട്ട് ഈ വഴിയെ? ഇപ്പൊ ഇതുപോലുള്ള ആനക്കുട്ടികൾക്കൊക്കെ പണി കൂടുതലുള്ള കാലമാണെന്നറിയാം. പക്ഷെ അതൊക്കെ ഹൈ റേഞ്ചില് നമ്മള് പാവങ്ങളാ. കോപ്പല്ല കോയ, ഭായ് അലി ഭായ്. കൊണ്ടും കൊടുത്തും അല്ലറ ചില്ലറ കൊള്ളരുതായ്മകളൊക്കെ കാണിച്ചും ഞാൻ ഈ കോഴിക്കോട്ടങ്ങാടിയിൽ കുറെ അങ്ങ് വളർന്നപ്പോ ഈ കാണുന്ന കൂട്ടരൊക്കെ നമുക്കിട്ട പേരാണത്. ഞമ്മന്റെ സർനെയിം അലി ഭായ്. അതുകൊണ്ട് ഇങ്ങനെ കേറി വന്ന് ബേജാറാക്കല്ലേ കോയ.
നമ്മളും കോഴിക്കോട്ടങ്ങാടിന്നാ. ഒരുമാതിരി മീശയും പിരിച്ച് മാസ്റ്റർ ഡയലോഗും പറഞ്ഞ് ഹീറോയിസം കാണിക്കാൻ വന്നാലുണ്ടല്ലോ, പിന്നെ കാരപ്പറമ്പിലേക്കല്ല അങ്ങ് പള്ളിപ്പറമ്പിലേക്ക് കെട്ടിയെടുക്കും ഞാൻ. അതിനും ഈ കടലാസ് തന്നെ ധാരാളാ. കടലാസ് ഇതുപോലുള്ള ഒരു കടലാസിലാണ് സാറേ പണ്ട് മഹാനായ തകഴി ശിവശങ്കരപിള്ള ചെമ്മീൻ എന്നൊരു നോവൽ എഴുതിയത്. നമ്മുടെ ഡോക്ടർ അംബേദ്കർ സാറും ഇന്ത്യൻ ഭരണഘടന എഴുതിയതും ഇതുപോലൊരു കടലാസിലാണ്. എന്തിനധികം പറയണം സാറേ, വയനാട്ടിലെ കർഷകൻ ജീവിതം ഗതിമുട്ടി ആത്മഹത്യ ചെയ്യുമ്പോ മരണക്കുറിപ്പ് എഴുതുന്നതും ഇതേ കടലാസില. അതാണ് ഈ കടലാസ്, അതാണ് ഈ കടലാസിന്റെ റേഞ്ച്. പക്ഷേ കോഴിക്കോട്ടങ്ങാടിയിലെ മുക്കിനും മൂലയിലെ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ അങ്ങ് ഞെളിയം പറമ്പിൽ കൊണ്ടുപോയി തട്ടണ പോലെ ഞങ്ങൾ ഈ കാണുന്ന ഈനാമ്പേച്ചുകളെയൊക്കെ അങ്ങ് കാരപ്പറമ്പിൽ കൊണ്ടുപോയി തട്ടി പണ്ട് നമ്മുടെ കുതിരവട്ടം പപ്പുവട്ടം പറഞ്ഞ പോലെ ഞങ്ങളെ ഒരുമാതിരി മേടിയും ഞെളിയം പറമ്പാക്കാൻ ഇപ്പൊ സാറിന്റെ കയ്യിലിരിക്കുന്ന ഈ കടലാസിന് റേഞ്ച് പോരാ. എങ്കിൽ ഞാൻ കൈമനക്കെടുത്താ. വേണ്ട, കയ്യാങ്കളിക്കാണെങ്കിൽ നേരവും കാലവും നോക്കി ബന്തെടുക്ക ഭാസ്കര, നീ പിന്നെ വാ. എടോ, ഒരുമാതിരി പച്ചക്കറി മാർക്കറ്റിലെ ഗുണ്ടായിസ് ഇങ്ങോട്ട് എടുത്താലുണ്ടല്ലോ, ഇത് കോർപ്പറേഷന്റെ കൂടി തീരുമാനമാ. ഞാൻ ഈ കോർപ്പറേഷന്റെ മേയറാ. നിങ്ങൾ ഈ കോർപ്പറേഷന്റെ മേയർ അല്ല കോയ, ഡ്രയറാ. എടോ, നോക്കി നിൽക്കാതെ പൊളിച്ച് മാറ്റണോ? പൊളിച്ചടുക്കണം കോയ. പക്ഷെ അങ്ങനെ ഒരു അറുമാദിക്കൽ ഇവിടെ നടക്കുന്നതിന് മുമ്പ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ച കളക്ടർ അമ്മാന്റെയും കമ്മീഷണർ സാറിന്റെയും ഈ മേയർ അമ്മാന്റെയും വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയേ എന്തൊക്കെയാണ് അവിടുത്തെ സ്ഥിതിഗതികളെന്ന്. എന്റെ ഗുരുവായൂരപ്പ, എന്തു പറ്റി? ചതിച്ചോ? അവര് വീട് പൊളിക്കാൻ പോവുകയാണെന്നോ? നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കണ്ട രമേ, ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കാം. ഇത് ചതിയാ. അങ്ങാടി തോറ്റ അമ്മയോടോ? അങ്ങാടി തോക്കാതിരിക്കാൻ അമ്മയോട് കോയ. ഞങ്ങളൊക്കെ തറയായതുകൊണ്ട് ചില തറ നമ്പറുകൾ. നീ തറയാണെങ്കിൽ ഞാൻ അതിന്റെ അങ്ങേത്ര തറയടാ. ഈ ബന്തെടുക്ക ഭാസ്കരൻ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ വെടിപ്പിലും വൃത്തിയിലും ഫിനിഷ് ചെയ്ത് തന്നെ ശീലം. ഇപ്പൊ നീ ഞങ്ങളുടെയൊക്കെ കുടുംബത്തെ കരുക്കൾ ചെയ്യിക്കളി, ഓക്കെ? പക്ഷേ ഇനിയും ഞാൻ വരും. അല്ല, വരണം സാറേ. ഇതുപോലെ ഈ മാർക്കറ്റ് മൊത്തത്തിൽ പർച്ചേസ് ചെയ്യാൻ അല്ലാതെ പെമ്പറുന്നോത്തീനും കുട്ടികളെയൊക്കെ കൂട്ടിക്കൊണ്ട് ഇടയ്ക്ക് വരണം. നല്ല ഇളവനും മുരിങ്ങക്കായും കുഞ്ഞമ്മത്തേക്ക് വാങ്ങിച്ചോണ്ട് പോവാ. ബില്ലിന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവേണ്ട പോയാ അത് നമ്മുടെ വക അക്കൗണ്ടിൽ ഫ്രീ. അതല്ലെങ്കിലും എന്റെ ബന്തെടുക്ക ഭാസ്കര, നീയൊക്കെ ഇവിടെ വന്ന് എന്തെടുക്കാനാ? Move!